പ്രിയപ്പെട്ടവരെ, ആസാമിൽ നിന്നും മഴക്കെടുതിയുടെ വാർത്ത നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. 10,000-കണക്കിന് ആളുകൾ വീടുകളെല്ലാം നഷ്ടമായി പാർക്കാൻ പറ്റാതെ ക്യാമ്പുകളിലേക്ക് നീക്കം ചെയ്യുന്ന അവസ്ഥ, 100-കണക്കിന് ആളുകൾ മരണമടഞ്ഞ വാർത്ത, ഇതെല്ലാം നമ്മൾ കണ്ടുവരാൻ. ഒറ്റ രാത്രി കൊണ്ട് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലകളൊക്കെ ഏകദേശം കവർ ചെയ്യുന്ന തരത്തിൽ മഴക്കെടുതി ഒറ്റ രാത്രി കൊണ്ട്. ഈ വലിയ പ്രയാസത്തിൻ്റെ പേരിൽ 100-കണക്കിന് വീടുകൾ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി നശിച്ചു പോയ അവസ്ഥ. വലിയ പ്രയാസകരമായ പരിതാപകരമായ അവസ്ഥയാണ്. പല നാടുകളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കുഞ്ഞുമക്കൾ 3 വയസ്സുകാരനായ 4 വയസ്സുകാരനായ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഒലിച്ചുപോയി അല്ലെങ്കിൽ ഒഴുകിപ്പോയി മരണമടഞ്ഞ വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടിക്കും പ്രയാസം ഉണ്ടാകാത്ത തരത്തിൽ, ഒരു നാട്ടിലും പ്രയാസം ഉണ്ടാകാത്ത തരത്തിൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട, ഒരു വട്ടമെങ്കിലും നോക്കി പാരായണം ചെയ്യേണ്ട ഒരു ദുആയിനെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ ദുആ ഏതാണെന്ന് നമ്മൾ നോക്കണം. ഇത്തരം പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സ്കൂളും മദ്രസയൊക്കെ ഓഫായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പലപ്പോഴും പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. എന്താണ് മക്കളുടെ കാര്യത്തിൽ നമ്മൾ കരുതൽ വേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും ഹിഫ്ളും അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. എല്ലാ പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ കെടുതികളെ തൊട്ടും അല്ലാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും അല്ലാഹു കാവൽ കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ, പരിസര നാടുകളിൽ, ജില്ലകളിൽ, പരിസര ജില്ലകളിൽ ഒരുപാട് ആളുകൾ വലിയ പ്രയാസത്തിലും കഷ്ടനഷ്ടത്തിലുമാണ്. മഴയുടെ പ്രയാസത്തിൻ്റെ കെടുതിയിൽ ഒട്ടനവധി കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, അങ്ങനെ ഒട്ടനവധി ആളുകൾ. അള്ളാഹു എല്ലാവരുടെയും പരീക്ഷണത്തിൻ്റെ അതിൻ്റെ രക്ഷയുടെ കാവൽക്കാരനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ പരീക്ഷണ നാശനഷ്ടങ്ങളെ തൊട്ടും അവരെയും നമ്മയും കാവലിലാക്കി തരട്ടെ. അള്ളാഹു ഇരുലോക സലാമത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു കാവലും വിശാലമായ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്തയായി നമ്മളെപ്പോഴും ഫോണിൽ പലപ്പോഴും സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ അന്വേഷിക്കുന്ന വാർത്തകളും താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ മഴയുടെ ലൈവായ അവസ്ഥ എന്താണ്, ഏതെല്ലാം നാടുകളിലാണ് പ്രശ്നമുള്ളത് എന്നൊക്കെ ഒരു പരിശോധന നടത്തുകയും നമ്മുടെ വാർത്തകളിൽ ഉടനീളം എവിടെയും വാർത്ത മഴയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റായി ചില പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞ് അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് മഴ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ നമുക്കിവിടെ ജീവിതം സാധ്യമല്ല. ആ മഴ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് അദാബാകുമ്പോൾ, ഒരു പരീക്ഷണമാകുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് താങ്ങാൻ കഴിയാത്തതിലേക്ക് പോകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കേട്ട വാർത്ത പോലെ എത്രയോ ആദ്യമായിട്ട് നമ്മൾ കേട്ടത് ആസാമിലെ വാർത്തയാണ്. ആസാമിൽ എത്രയോ 10,000-കണക്കിന് ആളുകൾ വീട് നഷ്ടമായി, എല്ലാം നഷ്ടമായ അവസ്ഥയിൽ 80 അല്ലെങ്കിൽ 90-ൽ താഴെ വരുന്ന ആളുകൾ ഈ മഴയുടെ പേരിൽ അല്ലെങ്കിൽ വെള്ളക്കെടുതിയുടെ പേരിൽ മരിച്ചുപോയ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നു. അതേപോലെ കൃഷികൾ നഷ്ടമായ വലിയ വലിയ നാശനഷ്ടങ്ങൾ ആ അസമിലുണ്ടായ വാർത്ത സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേട്ടു. ഒറ്റ രാത്രി കൊണ്ട് പിന്നെ നേരെ അത് മലക്കം മറിഞ്ഞ് നമ്മളുടെ കേരളത്തിൻ്റെ സകല ജില്ലകളിലും അതിൻ്റെ എഫക്റ്റ് വരുന്ന തരത്തിൽ ഒരു ദിവസം ഒറ്റ രാത്രിയിൽ മഴ, അത് ഒരുപാട് ശക്തമായ മഴയല്ലെങ്കിൽ പോലും അത് നിലനിന്ന കാരണമായിട്ട് പല നാടുകളിലും ശക്തമായ മഴയുമുണ്ട്. ആ ഒറ്റ രാത്രി കൊണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവർ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ
മഴയുടെ പ്രയാസത്തിൽ പെട്ടുപോയി എന്ന വാർത്തയാണ്. അതിലേറ്റവും കൂടുതൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതേപോലെ വെള്ളപ്പൊക്കം രൂക്ഷമായി ബാധിച്ച ജില്ലകൾ കോട്ടയം ജില്ല, അതേപോലെ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകൾ സാരമായി പ്രയാസങ്ങൾ വിഷമങ്ങൾ ബാധിച്ച ഒരു ജില്ലകളാണ്. അതേപോലെ തന്നെ മരണങ്ങൾ പോലും ഈ കാരണത്തിൻ്റെ പേരിൽ 8ഓളം മരണങ്ങൾ നമ്മുടെ ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോട്ടയത്ത്, മലപ്പുറം, അതേപോലെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും വേദനാജനകമായൊരു വാർത്തയെന്ന് പറയുന്നത് മലപ്പുറം വണ്ടൂരിൽ നടന്ന തോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരനായ അബ്ദുൽ മുഹൈൻ എന്ന് പറയുന്ന കുട്ടി അത് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു പോയി എന്ന വാർത്തയാണ്. ആലോചിച്ച് നോക്കി, എത്ര നൊമ്പരമായിരിക്കും ആ കുടുംബത്തിനുണ്ടാകുന്നത്. ആലോചിച്ച് നോക്കി, ഇത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കൾ നമ്മുടെ മക്കളാണെങ്കിൽ എങ്ങനെ നമ്മൾ സഹിക്കുക? അതേപോലെ തന്നെയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ കനത്ത മഴയിൽ നിറഞ്ഞൊഴുകിയ തോട്ടിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരനായ ആദം ഐമൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടു പോയെന്ന വാർത്ത. ഏതായിരുന്നാലും ഈ മരണപ്പെട്ടുപോയ മക്കളുടെ മാതാപിതാക്കളെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ആ കുട്ടിയുടെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന മാനുഷികമായ ഒരു മനുഷ്യത്വമുള്ള സകല മനസ്സുകൾക്കും അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. എല്ലാ കുട്ടികളെയും, ഇത് നമ്മളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് മാത്രമല്ല, ഏത് കുട്ടികളെയും, നമ്മുടെ ഹൈന്ദവരുടെ, ക്രൈസ്തവരുടെ, മതമില്ലാത്തവരുടെ ഏത് കുട്ടികളും മുതിർന്നവരും മഴക്കെടുതിയിൽ പ്രയാസത്തിൽപ്പെടുക, അപകടത്തിൽപ്പെടുക, അല്ലെങ്കിൽ മരണത്തിനടിമപ്പെടേണ്ടി വരിക എന്നൊക്കെ പറയും നമുക്ക് വല്ലാത്ത വേദനയാണ്. അള്ളാഹുവിൻ്റെ ശക്തമായ ഇടപെടൽ സഹായം കൊണ്ട് ഒരു പ്രയാസവും കെടുതിയില്ലാത്ത തരത്തിൽ എല്ലാ നാടുകളെയും അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വേറെയും കുട്ടികൾ ദാരുണമായി മരണപ്പെട്ട വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. 100 കണക്കിന് വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നശിച്ചു പോയ വാർത്തകളുണ്ട്. ഇപ്പോൾ എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പട്ടണത്തിൽ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, പടച്ചോനെ അല്ലാഹുവേ, ഇവിടെ ഒരു തരത്തിലും പ്രയാസകരമായ തരത്തിൽ ഇപ്പോൾ സ്കൂൾ ഓഫാണ്, മക്കൾക്ക് ഒരു ദിവസത്തെ പഠനം മുടങ്ങി, ആ ദിവസത്തെ പഠനം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഓൺലൈനായിട്ടോ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ പഠിച്ച് അത് നമുക്ക് ഏകദേശം ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന, പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമാണ്. എന്നാൽ ഒരു കുഴപ്പമില്ലാതെ കുട്ടികളുടെ കൂടെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ കഴിയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുള്ള നാടുകളെ, കുഴപ്പമില്ലാത്ത നാടുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നമ്മൾ വാർത്തകൾ കേട്ടാലും പലപ്പോഴും ആ ഫീലിംഗ് വന്നോളണമെന്നില്ല. ആ പ്രയാസം അനുഭവിക്കുന്ന നാട്ടുകാരുടെ, വീട്ടുകാരുടെ പ്രശ്നം എത്രയാണ് ആലോചിച്ച് നോക്കി. എത്ര അൽഹംദുലില്ലാ വേണ്ട, അത് പറയാൻ തന്നെ നമ്മൾ ഇരിക്കണ്ടേ. ഓരോ വാർത്ത കേൾക്കുമ്പോഴും, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ, ഇത്തരം അപകട വാർത്തകൾ കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, റബ്ബേ അല്ലാഹുബേ, ഇത് ഞാനും എൻ്റെ കുടുംബവും അല്ലല്ലോ അല്ലാ എന്നുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്ക് ഇപ്പോൾ രക്ഷ തന്നിട്ടുണ്ടല്ലോ, സലാമത്ത്, നമ്മൾ അതിൽ പെടുത്തിയില്ലല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി ബോധിപ്പിക്കുക. എന്നിട്ട് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രക്ഷ കിട്ടാൻ, പ്രയാസത്തിന് രക്ഷ കിട്ടാൻ, ഏത് നാട്ടുകാരും ഏത് ജാതിക്കാരാണെങ്കിലും അവർക്ക് സുഖം കിട്ടാൻ, രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തിന് അൽഹംദുലില്ലാ നന്ദി പറയാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, മഴക്കെടുതിയിൽ പ്രയാസപ്പെടുന്ന ഒരു നാട്ടുകാരെ നീ പ്രയാസപ്പെടുത്തല്ലേ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു മലക്കുകളെ ഇറക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹീഹായ ഹദീസിൽ കാണാം, മലക്കുകളെ ഇറക്കിയിട്ട് എന്താ പറയുക? അല്ലാഹുവേ, ഈ മനുഷ്യൻ മഴക്കെടുതി അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. വാർത്ത കണ്ടിട്ട് ചുമ്മാ അങ്ങനെ കണ്ടിട്ട് പല്ലിളിച്ചിരിക്കുകയല്ല, അയാൾ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇയാളെ ഇത്തരം പ്രയാസത്തിൽ നിന്ന് സലാമത്ത് കൊടുക്കണേ എന്ന് മലക്കുകൾ ദ്വാരക്കും. അപ്പോൾ ഇത്തരം അവസ്ഥകൾ, വാർത്തകൾ കാണുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കടം ഉണ്ടാകണം, നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തിന് നന്ദി ഉണ്ടാകണം. അവർക്ക് വേണ്ടിയുള്ള ദുആകൾ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അത് പ്രത്യേകം ഓർക്കണം.
അപ്പോൾ നൂറുകണക്കിന് വീടുകൾ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി നശിച്ചുപോയ വാർത്തകൾ വരുന്നുണ്ട്. സംസ്ഥാനത്തെ പാതകൾ നഷ്ടപ്പെട്ടു പോയ, പാലങ്ങൾ നഷ്ടപ്പെട്ടു പോയ, കൃഷിയിടങ്ങൾ നാശകോശമായി പോയ സംഭവങ്ങളൊക്കെ എമ്പാടും നമ്മുടെ വാർത്തയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രയാസകരമായ ഘട്ടത്തിൽ മഴ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അത് റഹ്മത്തിൻ്റെ അളവിൽ നമുക്ക് കിട്ടുമ്പോഴാണ്. അതിൻ്റെ അളവ് കയറിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നിരിക്കല്ലത് പരീക്ഷണമാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പണിഷ്മെൻ്റാണ്, അദാബാണ്. അതിൽ നിന്നുള്ള സലാമത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ മഴ പെയ്യുമ്പോൾ തന്നെയാണ് ഇതൊക്കെ ദുആ ചെയ്യാൻ ഏറ്റവും എഫക്റ്റ്. മഴ പെയ്യുമ്പോൾ ചുമ്മാ മഴയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ വീട്ടുകാരോടൊരു കമൻറ്റ്, അതേ ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് പെയ്യുന്ന മഴയാ, ഇങ്ങനെ പോയാൽ നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ള റോങ് കമൻറ്റുകൾ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ പോലും തമാശക്ക് പോലും വരാൻ പാടില്ല. അത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന വാക്കാണ്. നമ്മൾ സ്വമേധയാ അപകടം വിളിച്ചു വരുത്തുന്ന വാക്കാണ്. ഇന്നമാ അനദ്ദഹർ ലാ തസുബ്ബുദ്ദഹറ. മഴയും കാലാവസ്ഥ സംവിധാനങ്ങളും അള്ളാഹു സംവിധാനിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കാനും ചീത്ത പറയാനും പോകണ്ട, സലാമത്തിന് വേണ്ടി ദ്വാരുന്നുള്ളൂ. അത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സമയങ്ങളിൽ സിൻതാനിമാ തുറദ്ദാൻ, 2 സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ ഒരിക്കൽ അള്ളാഹു തള്ളിക്കളയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൻദൽ അദാൻ, ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ. ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ ഏറ്റവും എഫക്റ്റാണ്. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചാൽ ഉറപ്പായും അള്ളാഹു നൽകുന്ന ഒരു നേരമാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിൻ്റെ ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ദുആ ചെയ്യണം. ഭയങ്കര ഇജാബത്താൻ. ആ സമയത്ത് ഈ ദുആകളൊക്കെ പെടുത്തണം. ഈ മഴക്കെടുതിയുടെ പ്രയാസം ഞങ്ങൾക്കും വരുത്തരുത്, ഒരാൾക്കും നീ വരുത്തരുതേ അല്ലാ. എത്രയോ കന്നുകാലികൾ ഒലിച്ചുപോയി ഒഴുകിപ്പോയ വാർത്തകൾ, മരണമടഞ്ഞ വാർത്തകൾ. അള്ളാഹുവേ, ഒരു ജീവിയെപ്പോലും പ്രയാസപ്പെടുത്തില്ലെങ്കിൽ നമ്മൾ ദ്വാരക്കണം. പ്രത്യേകിച്ച് ബൈനൽ അദാനി വൽ ഇഖാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രയും കണ്ണിങ്ങായി ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന എഫക്റ്റീവായ സമയത്ത് ഞങ്ങൾ എന്താ ദുആ ചെയ്യേണ്ടത് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് നിങ്ങൾ ചോദിച്ചോളൂ. ഈ ദുആയിൽ പെടാത്ത ഒന്നുമില്ല. ഇതിൽ ഞങ്ങളുടെ ദുനിയാവ് നന്നാക്കണം, കച്ചവടം, ഞങ്ങളുടെ വരുമാനം, കുടുംബം, മക്കള്, ഫാമിലി, ഞങ്ങളുടെ എല്ലാ മേഖലകളും നീ നന്നാക്കി തരണമല്ല എന്നുള്ള തേട്ടമുണ്ട്. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമെന്നുള്ള തേട്ടമുണ്ട്. അപകടത്തിൽ പെടുത്തരുതെന്ന്, മഴക്കെടുതിയിൽ ഞങ്ങളെ പെടുത്തല്ലേ, അതിൽ നിന്നെല്ലാം സൗഖ്യം എനിക്ക് നൽകണേ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആലോചിച്ച് നോക്കണം, വിശാലമായ അർത്ഥമാണ് ഇത്. മനസ്സറിഞ്ഞ് പ്രത്യേകിച്ച് ഇജാബത്തുള്ള സമയത്ത് നമ്മൾ ദ്വാരക്കണം. അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, തഹ്തൽ മത്തർ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ കമൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അപകടം വിളിച്ചു വരുത്തല്ല, നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അള്ളാഹുവേ ഈ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഉപദ്രവം ഉണ്ടാക്കാത്ത, പ്രയാസങ്ങളും വിഷമങ്ങളും ഒരു നാട്ടുകാർക്കും ഉണ്ടാക്കാത്ത മഴയാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഇതിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുക. നമ്മളിങ്ങനെ ഈ ദുആ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അക്കൂട്ടത്തിൽ നമുക്ക് ചോദിക്കാനുള്ള മറ്റു കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുക തീർച്ചയായിട്ടും വേണം. പ്രയാസകരമായ മഴയുടെ കെടുതി പ്രയാസമായി, വെള്ളക്കെട്ടുകൾ പ്രയാസമായ അവസ്ഥ വന്നാൽ ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ദുആയിൽ പ്രത്യേകം പെടുത്തണമെന്ന് പറഞ്ഞ ഭാഗം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഹവാലൈന, ഈ ദുആയാണ്. ഈ ദുആ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് വേണം, നമ്മൾ പഠിച്ചു വെക്കണം. ഇതാണ് ദുആ. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ. അൽഹംദുലില്ലാ, ഇത് നിർബന്ധമായിട്ട് നമ്മൾ കണ്ടു വായിക്കാനെങ്കിലും പഠിച്ചു വെക്കണം. എന്നിട്ട് ദ്വാരക്കണം. ഇത്തരം പ്രയാസങ്ങളുള്ള നാടുകളിൽ എല്ലാവരും ദ്വാരക്കണം. എന്താ ദുആ? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ. അല്ലാഹുവേ, മഴയുടെ പ്രയാസത്തിലേക്ക് ഞങ്ങൾ അകപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ മഴയെ ഇനിയും ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പ്രദേശത്ത് ഈ മഴ തുടർന്നാൽ ഞങ്ങൾക്ക് പ്രയാസമാകും. അതുകൊണ്ട് കുന്നുകളിലേക്ക്, മലനിരകളിലേക്ക്, താഴ്വരകളിലേക്ക്, മരങ്ങൾ വളരുന്ന നിറഞ്ഞു നിൽക്കുന്ന കാടുകളിലേക്കൊക്കെ ഈ മഴയെ നീ ആക്കണം. ഇനി ഇവിടെ ഞങ്ങൾക്ക് മഴ ഇപ്പോൾ നീ ഈ അവസ്ഥയിൽ നൽകല്ലേ അല്ലാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു പ്രയാസങ്ങളില്ലാത്ത,
വിഷമങ്ങളില്ലാത്ത, മഴ പെയ്താൽ കുഴപ്പങ്ങളില്ലാത്ത ഏരിയയിലേക്ക് അതിനെ നീക്കം ചെയ്യും. നമുക്കതിൻ്റെ പ്രയാസത്തിൽ നിന്ന് സലാമത്ത് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഓർക്കണം. ഇത്തരം പ്രയാസങ്ങൾ കേൾക്കുന്ന വാർത്തക്കിടയിൽ അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾ നമ്മൾ ആദ്യം അല്ലാഹുവിനോട് നന്ദി പറഞ്ഞ് ഓർക്കണം. എന്നിട്ട് ദുരിതമനുഭവിക്കുന്ന ഏതു ജന്തു ജീവജാലങ്ങളാണെങ്കിലും പ്രയാസപ്പെടുന്നത്, പ്രത്യേകിച്ച് മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ, ഏത് നാടുകളിലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ചുമ്മാ വാർത്ത കണ്ടുപോയാൽ പോരാ, ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇജാബത്തുള്ള സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രത്യേകം തേടിക്കൊണ്ടിരിക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴയാക്കണമെന്ന് പറയണം. ഏതെല്ലാം നാടുകളിൽ, നമ്മുടെ നാടുകളിൽ പ്രയാസകരമായ മഴയുടെ വിഷയങ്ങളുണ്ടോ, തീർച്ചയായിട്ടും അല്ലാഹുമ്മ ഹവാലീന, മഴ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയണം എന്ന് അള്ളാഹിനോട് ദുആരക്കണം. സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മൾ ബോധവാന്മാരാകണം, ജാഗരൂകരാകണം, ജാഗ്രത വേണം. അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കണം. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ബൈക്കിൽ, അതേപോലെ തന്നെ ആക്റ്റീവിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെറിയ കട്ടറാണ്, നമ്മൾ കാണൂല, കട്ടർ കാണൂല, അങ്ങനെ വീണ് അപകടം പറ്റി എത്രയോ ആളുകളുണ്ട്. ഒരു ചെറിയ കട്ടറിൽ വീണു, പക്ഷെ വണ്ടി പെട്ടെന്ന് സൈഡാവുക, പ്രയാസങ്ങളൊക്കെ കാണുന്നില്ല. എല്ലാ സ്ഥലത്തും, പല സ്ഥലത്തും വെള്ളക്കെട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. വളരെ നിർബന്ധ സാഹചര്യത്തിൽ അല്ലാഹുവിൽ തവക്കുലാക്കിയുള്ള യാത്രകൾ ചെയ്യുക. നമ്മുടെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ പോലും ഓഫ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? അവർ പുറത്തേക്കും തോട്ടിലേക്കൊക്കെ കളിക്കാൻ ഒരിക്കലും പാടില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കണം. അവരുടെ മേൽ കണ്ണുണ്ടാകണം. അവരുടെ കളികൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അതിന് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ കെയർ ചെയ്യണം. വളരെ നിർബന്ധമാണ്. വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, പ്രത്യേകിച്ച് മഴക്കെടുതികൾ എവിടെയെല്ലാം ഉണ്ടോ, ആർക്കെല്ലാം ഉണ്ടോ റഹ്മാനെ, ഒരു ജീവിയെപ്പോലും, ഒരു പ്രാണിയെപ്പോലും പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ ആ പരീക്ഷണങ്ങൾ ഉണ്ടാകാതെ നീ അതിനെ മാറ്റി സന്തോഷങ്ങൾ എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടമായോ അതിനു പകരം നീ അതിനേക്കാൾ ഖൈറ് മടക്കി കൊടുക്കണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷകരമായ റാഹത്ത് ലഭിക്കുന്ന, റഹ്മത്ത് ലഭിക്കുന്ന മഴയാക്കി ഞങ്ങൾക്ക് മഴ ആക്കിത്തരണേ അല്ലാ. പ്രയാസത്തിലേക്ക്, പരീക്ഷണത്തിലേക്ക് പോകല്ലേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله